it's me, Shribhama. മക്കളെ, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ദ ആറ്റം അല്ലേ. സോ ഓരോരോ സ്ട്രക്ചറുകളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ്. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ചാപ്റ്ററാണ്. സോ ഒരു ചാപ്റ്ററിലെ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ സ്ട്രക്ചറുകളും പഠിക്കുന്നുണ്ട് അല്ലേ. സോ അതിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചൊന്നുണ്ടായിരുന്നു, അതാണ് ജെ തോംസന്റെ മോഡൽ ഓഫ് ആറ്റം അല്ലെ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം അത് കഴിഞ്ഞാണ് നമ്മൾ ഓരോരോ സയന്റിസ്റ്റുകളും പിന്നെ അതിൽ നിന്നാണ് ഓരോരോ സ്ട്രക്ചറുകൾ ബിൽഡ് ചെയ്ത് വന്നത്. സോ ബേസ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ ഹയർ ക്ലാസ്സുകളിലായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ നമ്മുടെ എക്സാമിനായിക്കോട്ടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ജെ തോംസൺ അദ്ദേഹം എന്താണ് നോബൽ പ്രൈസ് എല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഫിസിക്സിൽ 1906 അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് മക്കളെ? നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഫോർ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്. നമുക്കറിയാം ജെ തോംസൺ എവിടെയാണ് നമുക്ക് അറിയപ്പെടുന്നത്? ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജുള്ള ആളുകളാണ്. സോ അവര് കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നോബൽ പ്രൈസ് വരെ നമ്മുടെ ജെ തോംസന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി നോക്കാം. അദ്ദേഹം എന്ത് മോഡലാണ് പറഞ്ഞത്, എങ്ങനെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വി ഹാവ് ലേൺഡ് ഡാൾട്ടൺ അറ്റോമിക് തിയറി ഇൻ ചാപ്റ്റർ 3. നമ്മൾ ഓൾറെഡി ആറ്റംസിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി സജസ്റ്റഡ് ദാറ്റ് ദ ആറ്റം വാസ് ഇൻഡിവിസിബിൾ ആൻഡ് ഇൻഡിസ്ട്രക്റ്റബിൾ അല്ലെ. നമുക്ക് കാണാൻ പറ്റോടെ മക്കളെ, നേക്കഡ് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല നമ്മുടെ ആറ്റങ്ങൾ അല്ലെ. സോ അത്രയും ചെറിയ ആളാണ്. ബട്ട് ദ ഡിസ്കവറി ഓഫ് ദ ടു ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ആറ്റം ലെഡ് ടു ദ ഫെയിലിയർ ഓഫ് ദിസ് ആസ്പെക്ട് ഓഫ് ദ ഡാൾട്ടൺ അറ്റോമിക് തിയറി. സോ ഡാൾട്ടൺ അറ്റോമിക് തിയറിയിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പല സയന്റിസ്റ്റുകളും അതിൽ റിസർച്ച് നടത്തിയാണ് നമ്മുടെ ഇപ്പൊ കാണുന്ന മോഡൽ ഓഫ് ആറ്റം വരെ എത്തിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ഫസ്റ്റ് പഠിക്കേണ്ട കാര്യമാണ് ഇലക്ട്രോൺസിന്റെ കേസ്. നമ്മുടെ ജെ തോംസന്റെ മോഡൽ ഓഫ് ആറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. So J.J. Thomson was the first one proposed the model of the structure of an atom. So ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആറ്റത്തിന്റെ കേസിൽ ഫസ്റ്റ് ചെയ്ത അത് നമ്മുടെ അദ്ദേഹം ആരായിരുന്നു? ജെ തോംസൺ ആയിരുന്നു, എന്ന സയന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ക്രിസ്മസ് എല്ലാം വരാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിന്റെ തിരക്കിലുമായിരിക്കും. സോ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോഡൽ ഓഫ് ആറ്റത്തിന് അദ്ദേഹം ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണത്? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കേക്ക്. പ്ലം കേക്ക് നമ്മുടെ ക്രിസ്മസിന് എപ്പോഴും നമ്മൾ എന്താണ് നമുക്ക് മറ്റുള്ളവർ തരുന്നതും നമ്മൾ വാങ്ങിക്കുന്നതും ഒക്കെയാണ് അല്ലെ. സോ പ്ലം കേക്കിന്റെ ഒരു മോഡൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചൂടെ മക്കളെ? ഒരു മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ പ്ലം കേക്കിന്റെ കേസ് ഇവിടെ നമുക്ക് റെഡിയാക്കാൻ പറ്റുക? നമുക്കൊന്ന് നോക്കാം. നോക്കിക്കോളൂ, ക്രിസ്മസിന് നമ്മുടെ പ്ലം പുഡിംഗ് ഒരു മോഡലാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ക്രിസ്മസ് കേക്കിന്റെ നമ്മൾ കേക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ നിറയെ നമ്മൾ കേക്ക് മാത്രമാണോ, നടുവിൽ കുറേ ഇതായിട്ട് കുറെ നട്ട്സുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലെ. സോ ജെ തോംസൺ എന്തു പറഞ്ഞു എന്നറിയോ? തോംസൺ മോഡൽ ഓഫ് ആൻ ആറ്റത്തില് ഈ ക്രിസ്മസ് പ്ലം പുഡിംഗ് മോഡൽ അവര് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഏറ്റവും പുറത്ത് ഈ കാണുന്ന കേക്ക് പോലെയുള്ള ആളുകൾ മൊത്തം പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ഉള്ള ആളുകളാണെന്ന് പറഞ്ഞു. അതിനകത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു സീഡുകളില്ലേ, ആ സീഡുകളെ അദ്ദേഹം എന്ന് വെച്ചാൽ സീഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ നട്ട്സ് അല്ലെ, ആ നട്ട്സുകളെ അദ്ദേഹം എന്തു പറഞ്ഞു എന്നറിയോ? നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ വേറൊരു പേരും അദ്ദേഹം വിളിച്ചു വാട്ടർ മെലൻ മോഡൽ. സോ നമ്മൾ എല്ലാവരും വാട്ടർ മെലൻ കഴിക്കാറുണ്ട് അല്ലെ. അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ ചാർജുകൾ ഉണ്ട്. ഈ നമ്മൾ കഴിക്കുന്ന റെഡ് പാർട്ടിലെ അത് പോസിറ്റീവ് ചാർജ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു സീഡുകളെ അദ്ദേഹം ഇലക്ട്രോൺസ് ആയിട്ട് കൺസിഡർ ചെയ്തു, അഥവാ നെഗറ്റീവ് ചാർജുള്ള ആളുകളായിട്ട് കൺസിഡർ ചെയ്തു. സോ തോംസൺ പ്രൊപ്പോസ് ദ മോഡൽ ഓഫ് ആൻ ആറ്റം ബി സിമിലർ ടു ദ ക്രിസ്മസ് പുഡിംഗ്. ക്രിസ്മസ് പുഡിംഗ് പോലെ സിമിലർ ആയിരുന്നു. ദി ഇലക്ട്രോൺസ് ഇൻ എ സ്പിയർ ഈസ് പോസിറ്റീവ് ചാർജ്. അതിന്റെ ആ സ്പിയർ നമ്മുടെ കേക്ക് അതിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് ഉള്ളതായി കൺസിഡർ ചെയ്താൽ ദേ ആർ ലൈക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്. അത് എന്താണ്? സ്പെറിക്കൽ ആയിട്ടുള്ള ക്രിസ്മസ് പുഡിംഗിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഇലക്ട്രോൺസ് ആണ്, നെഗറ്റീവ് ചാർജ് ഉള്ള ആളുകളായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തു. വാട്ടർ മെലൻ കൺസിഡർ ചെയ്താൽ എങ്ങനെയാ മക്കളെ? ദ പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം സ്പ്രെഡ് all over like the red edible part of watermelon, while the electrons are studded in the positive charges of sphere like seed in watermelon. ഒരു സീഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത് അല്ലെ. അതിൽ കാണുന്ന കുഞ്ഞിയതായിട്ടുള്ള സീഡുകളെ അദ്ദേഹം ഇലക്ട്രോൺസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്?
തോംസൺ വാട്ടർമെലൺ മോഡൽ, അഥവാ അത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലം പുഡിംഗ് മോഡലും അവര് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് മോഡലിനെയും അദ്ദേഹം എന്താണ് ഒരു ആറ്റത്തിന്റെ മോഡലായിട്ട് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് എന്റെ മക്കൾക്ക് മനസ്സിലായി തോംസണിന്റെ പ്ലം പുഡിംഗ് മോഡൽ എന്താണ് എന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് നിറയെ പോസിറ്റീവ് ചാർജ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെ. അതിനകത്ത് കാണുന്ന കുഞ്ഞിതായിട്ടുള്ള സ്പെറിക്കൽ ആയിട്ടുള്ള ആളുകള് നെഗറ്റീവ് ചാർജുള്ള ആളുകളാണ്. അവയെ നമുക്ക് ഇലക്ട്രോൺസ് എന്ന പേര് പറഞ്ഞു വിളിക്കാം. സോ പോസിറ്റീവ് ചാർജ് പുഡിങ്, അതൊരു പുഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ആ പുഡിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിനകത്തായിട്ട് കാണുന്ന കുഞ്ഞിതായിട്ടുള്ള സ്പിയറുകളെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചു. സോ ഫോമിങ് എ പോസിറ്റീവ് അയോൺ, കണ്ടക്ടിങ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിന്റെ എല്ലാം കേസിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്, കൺസിഡർ ചെയ്തത് ഒന്ന് പ്ലം പുഡിങ് അല്ലെ, ക്രിസ്മസ് പ്ലം പുഡിംഗ് മോഡലും ഒന്ന് വാട്ടർമെലനും. ഇതുണ്ട് വാട്ടർമെലൻ മിസ് ഇവിടെ വെച്ച് പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ചാർജുകൾ ഈ റെഡ് പാർട്ടാണ്. ആൻഡ് ദെൻ ഈ സീഡുകളെ അദ്ദേഹം എന്താക്കി ഇലക്ട്രോൺസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെയാണ് ഒരു ആറ്റത്തിന്റെ മോഡൽ എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. പക്ഷെ അതിലും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്ക് ആദ്യം എന്താണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തതെന്ന് നോക്കാം. An atom consists of positive charge sphere and the electrons are embedded in it. അതിനകത്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, എംബെഡഡ് ചെയ്തിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. The negative and positive charges are equal in magnitude. ആ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അതിന് മാഗ്നിറ്റ്യൂഡിൽ ഒരു ഡിഫറൻസും ഇല്ല, ഈക്വൽ ആയിട്ടാണ് അതിനെ കാണാൻ പറ്റുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സോ ദ ആറ്റം ആസ് ദ ഹോൾ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരുപോലെ നിൽക്കുന്ന ഈക്വൽ ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാനും നമ്മുടെ ജെ തോംസൺ എന്ത് പറഞ്ഞു, പ്ലം പുഡിംഗ് മോഡൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് എന്റെ മക്കൾക്ക് എന്ത് മനസ്സിലായി, അങ്ങനെ മാത്രമായിട്ട് കാര്യമില്ല, അതിൽ എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ റുദർഫോർഡ് അടുത്ത മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിച്ചത്. അപ്പൊ അതിന്റെ ഡ്രോബാക്സ് എന്തെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ആറ്റം സ്റ്റെബിലിറ്റി. നമുക്ക് എല്ലാവർക്കും സ്റ്റെബിലിറ്റി വേണം അല്ലേ. ഇപ്പൊ മിസ്സിന് സ്റ്റെബിലിറ്റി വേണം, എന്റെ മക്കൾക്ക് സ്റ്റെബിലിറ്റി വേണം. അതിനുവേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതും നല്ല ജോലി വാങ്ങിക്കുന്നതും ഒന്ന് സ്റ്റേബിൾ ആയി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി അല്ലെ. അതുപോലെയാണ് നമ്മുടെ ആറ്റത്തിന്റെ കേസിലും അവർക്ക് എന്ത് വേണം, നല്ല സ്റ്റെബിലിറ്റി വേണം. പക്ഷേ സ്റ്റെബിലിറ്റി ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമ്മുടെ ജെ തോംസൺ എന്ത് ചെയ്തു, മറന്നുപോയി എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ആറ്റം സ്റ്റെബിലിറ്റി ഒന്ന്. ദെൻ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതാണ് രണ്ടാമത്തേത്. അദ്ദേഹം എന്താണ് റുദർഫോർഡ് പിന്നീട് കുറച്ച് അടുത്ത മോഡൽ ഓഫ് ആറ്റത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, അതുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, റുദർഫോർഡ് അടുത്ത മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിച്ചത്. സോ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മിസ് അടുത്ത വീഡിയോയിൽ മക്കളോട് പറയാം. സോ ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ് ജെ തോംസന്റെ മോഡൽ, എങ്ങനെയാണ് അത് കൺക്ലൂഡ് ചെയ്തത്, എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ് ഉള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ മക്കളെ കാണാൻ വേണ്ടി വരാം. അതുവരേക്കും ബൈ ഡിയേഴ്സ്, സീ യു.